ഒരിക്കൽ ബാലി വനത്തിൽ കൂടി പോവുകയായിരുന്നു. പെട്ടെന്ന് ഹനുമാൻ രാമനാമം ജപിക്കുന്നത് കണ്ടു. ബാലി ഹനുമാനോട് ചോദിച്ചു, ഹനുമാൻ, നീ ദിവസം മുഴുവൻ രാമനാമം ജപിക്കാൻ പോകുകയാണോ? ഇത് കേട്ട ഹനുമാൻ മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും തന്റെ ഭക്തിയിൽ മുഴുകി. ഇതു കണ്ട ബാലി വളരെ കോപാകുലനായി. എന്നിട്ട് ഹനുമാനോട് പറഞ്ഞു, എന്റെ നാമം ജപിക്കൂ, ഞാൻ നിന്റെ രാമനേക്കാൾ ശക്തനാണ്. നിന്റെ രാമൻ എന്റെ മുന്നിൽ വന്നാൽ എനിക്ക് അദ്ദേഹത്തെയും തോൽപ്പിക്കാൻ കഴിയും. തന്നെക്കുറിച്ച് എന്തു പറഞ്ഞാലും ഹനുമാൻ ഒന്നും തന്നെ തിരിച്ചു പറയുകയില്ല. പക്ഷേ തന്റെ നാഥനെക്കുറിച്ചുള്ള കാര്യം വന്നപ്പോൾ ഹനുമാന് സ്വയം തടയാൻ കഴിഞ്ഞിരുന്നില്ല. ബാലിയോട് പറഞ്ഞു, ഓ വാനരസേന രാജാവേ, എന്റെ നാഥനായ ശ്രീരാമനുമൊത്ത് യുദ്ധം ചെയ്യുന്നതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ദാസനായ ഈ ഹനുമാനുമായി യുദ്ധം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തന്റെ ശക്തികളിൽ അഭിമാനിച്ച ബാലി ഹനുമാനുമായി യുദ്ധം ചെയ്യാൻ തയ്യാറായി. നാളെ പുലർച്ചെ നമുക്ക് യുദ്ധക്കളത്തിൽ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ് ബാലി വഴിമാറിപ്പോയി. ആ സമയം ബ്രഹ്മദേവൻ ഹനുമാന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് യുദ്ധത്തിൽ നിന്നും പിന്മാറണമെന്ന് പറഞ്ഞു. ബാലി തന്റെ നാഥനെ വെല്ലുവിളിച്ചെന്നും അതിനാൽ നാം ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറില്ലെന്നും ഹനുമാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ യുദ്ധത്തിന് നീ പോകുമ്പോൾ നിന്റെ ശക്തിയുടെ 10 മാത്രം ഉപയോഗിക്കുക. ബാക്കി ശക്തി ശ്രീരാമന്റെ പാദങ്ങളിൽ അർപ്പിക്കുക. യുദ്ധം കഴിഞ്ഞ് തിരിച്ചെടുത്തുകൊള്ളുക എന്ന് ബ്രഹ്മദേവൻ ഹനുമാനോട് പറഞ്ഞു. ഹനുമാൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. യുദ്ധ ദിവസം കളത്തിൽ ഹനുമാൻ വന്നതും ഹനുമാന്റെ പകുതി ശക്തി ബാലിക്ക് ലഭിക്കാൻ തുടങ്ങി. തന്റെ ശരീരത്തിൽ പ്രപഞ്ചത്തിലെ മുഴുവൻ ശക്തി ബാലിക്ക് ലഭിക്കുന്നതായി അനുഭവപ്പെട്ടു. എന്നാൽ ബാലിയുടെ ശരീരത്തിന് ആ ശക്തി താങ്ങുവാൻ കഴിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് ബാലിക്കൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. തന്റെ തല പിളർക്കുന്നതുപോലെ തോന്നി. ആ സമയം ബ്രഹ്മദേവൻ ബാലിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും എത്രയും പെട്ടെന്ന് ഹനുമാന്റെ സമീപത്തു നിന്നും ഓടി രക്ഷപ്പെടുവാനും പറഞ്ഞു. ഇത് കേട്ട ബാലി ഹനുമാന്റെ ശക്തി വലയത്തിൽ നിന്നും പുറത്തു കടന്നു. വീണ്ടും പ്രത്യക്ഷനായ ബ്രഹ്മദേവൻ ബാലിയോട് പറഞ്ഞു, നീയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തൻ എന്ന് നീ വിചാരിച്ചു. എന്നാൽ ഹനുമാന്റെ ശക്തിയുടെ ഒരംശം പോലും നിനക്ക് താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഹനുമാൻ അവന്റെ ശക്തിയുടെ 1/10 ശക്തിയുമായാണ് നിന്നോട് ഏറ്റുമുട്ടാൻ വന്നത്. മുഴുവൻ ശക്തിയുമായാണ് ഹനുമാൻ നിന്റെ മുമ്പിൽ വന്നതെങ്കിൽ നിന്റെ ഗതി എന്താകുമായിരുന്നു ബാലി? ഇത് കേട്ട ബാലിയുടെ അഹങ്കാരം ശമിക്കുകയും തന്റെ തെറ്റ് തിരിച്ചറിയുകയും ചെയ്തു. പിന്നെ ബാലി ഹനുമാനു വണങ്ങി തന്റെ തെറ്റിന് മാപ്പപേക്ഷിച്ചു. ഇത്രയും ബലവാനായിട്ടും ശാന്തനായിരിക്കുന്ന ഹനുമാനെ പുകഴ്ത്തുകയും ചെയ്തു. എന്നിട്ട് ജയ് ശ്രീറാം എന്ന് പറഞ്ഞു ബാലി അവിടെ നിന്നും പോയി. എങ്ങനെയാണ് ബാലിക്ക് ഹനുമാന്റെ പകുതി ശക്തി ലഭിക്കാൻ തുടങ്ങിയത്? അറിയാവുന്നവർ കമന്റ് ചെയ്യുക. ജയ് ശ്രീറാം.